ഗുഡ് മോർണിംഗ്. നമ്മൾ നാലാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന സിലബസിൽ വരുന്നത് സ്മാർട്ട് എനർജി എഫിഷ്യൻറ്റ് ആൻഡ് യൂസ് ഡിവൈസസ് ആൻഡ് സ്മാർട്ട് ഡിസ്ട്രിബ്യൂട്ട് എനർജി റിസോഴ്സസ്, ലോഡ് കർവ്സ്, ഇത്രയൊക്കെ ഇതാണ്. അതായത് ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡിമാൻഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലൈക്ക് നമുക്ക് നമ്മളെ പവർ യൂട്ടിലൈസേഷന് നമ്മൾ എത്രത്തോളം പവറിന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലോഡ് സൈഡിലുള്ള പവറിനെ നമുക്ക് മാനേജ് ചെയ്യാം, ഡിമാൻഡ് സൈഡ് മാനേജ്മെൻറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ലൈക്ക് ലോഡ് കർവൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ഇതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം സ്മാർട്ട് എനർജി എഫിഷ്യൻ്റ് ആൻഡ് യൂസ് ഡിവൈസസ് എന്ന് വെച്ചാൽ സ്മാർട്ട് എനർജി, അതായത് എനർജിയെ നമുക്ക് എത്രത്തോളം എഫിഷ്യൻ്റായിട്ട്, എനർജി എഫിഷ്യൻസിയാണ് അല്ലെ, എനർജി എന്ത് ചെയ്യണം, എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്മാർട്ട് ടെക്നോളജീസ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ സ്മാർട്ട് ടെക്നോളജീസ് അല്ലെ സ്മാർട്ട് ഡിവൈസസ് ടു കൺസ്യൂം ദിസ് എനർജി എഫിഷ്യൻ്റ്ലി, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്മാർട്ട് ഡിവൈസസ് which is employed to consume this energy efficiently. അപ്പോൾ അതിൻ്റെ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് ദി ഇലക്ട്രിക്കൽ എനർജി ഡിപ്പെൻഡിങ് ഓൺ ഡൈനാമിക് പ്രൈസിങ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്മാർട്ട് ഗ്രിഡൊക്കെ എംപ്ലോയ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പ്രൈസ് എന്ന് പറയുന്നത് അത് ടൈമിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പ്രൈസിങ്, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയിലാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളതെങ്കിൽ ആ സമയത്ത് കൂടുതൽ പ്രൈസ്, ഡിമാൻഡ് കൂടുമ്പോൾ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും നമ്മൾ ഉപയോഗിക്കുന്നതിന്. അതേസമയം ഡിമാൻഡ് കുറവുള്ള സമയത്താണെങ്കിൽ നമ്മൾ വളരെ ചെറിയ പൈസ കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് ഡൈനാമിക് എന്ന് പറയുമ്പോൾ അതാണ്, അതായത് ഫിക്സഡ് ആയിട്ടുള്ളതല്ല, എപ്പോഴും വ്യത്യാസം വരുന്ന പ്രൈസിങ് ഫോർ ദിസ് ഇലക്ട്രിക്കൽ എനർജി അല്ലെ. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ആ ഡൈനാമിക് പ്രൈസിങ്ങിനനുസരിച്ച് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് എന്ത് ചെയ്യണം, റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം. Now respond to utility signals contributing to improve the peak management capability of smart grid. അതായത് പീക്ക് മാനേജ്മെന്റ്, ഇതും അതാണ്. ഈ പീക്ക് അവേഴ്സ് ഉണ്ടല്ലോ, ആ പീക്ക് അവേഴ്സിലുള്ള ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ സ്മാർട്ട് ഗ്രിഡിലുള്ള ഈ രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പറ്റണം ആർക്ക്, ഫോർ ദീസ് ഡിവൈസസ്. Now ability to automatically adjust its operation to respond to emergency power situations അല്ലെ. നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ ബ്ലാക്ക് ഔട്ട് പോലെയുള്ള ഓർ ബ്രൗൺ ഔട്ട്, ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. എബിലിറ്റി ഓഫ് ദി കൺസ്യൂമർ ടു ചേഞ്ച് പ്രീ പ്രോഗ്രാംസ് യൂസിങ് സ്മാർട്ട് ഗ്രിഡ് വൈൽ എൻഷുറിങ് അപ്ലയൻസസ് സേഫ്റ്റി ഫംഗ്ഷൻസ്, സേഫ്റ്റിയെ എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. നൗ എനാബിൾ ദി കൺസ്യൂമർ ടു ഡെവലപ്പ് ദെയർ ഓൺ എനർജി യൂസേജ് പ്രൊഫൈൽ ടു സേവ് എനർജിയെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ദേ ഹാവ് ടു ഡെവലപ്പ് ദെയർ ഓൺ പ്രൊഫൈൽ. എബിലിറ്റി ടു ഷിഫ്റ്റ് പവർ യൂസേജ് ടു ആൻ ഒപ്റ്റിമൽ ടൈം, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒപ്റ്റിമൽ ടൈമിലേക്ക് അവരുടെ പവർ യൂസേജിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള ഡിവൈസസിനെ പറ്റിയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നൗ അതിൻ്റെ റിസോഴ്സസ് സ്മാർട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്, അതിൽ വരുന്ന ഒന്നാണ്, ആ ഡിവൈസസിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് എന്ത്, എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. എനർജിയെ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സോളാർ എനർജി, വിൻഡ് എനർജി, ബയോമാസ്, സ്മോൾ ആൻഡ് മൈക്രോ ഹൈഡ്രോ പവർ, ഫ്യൂൽ സെൽസ്, ജിയോതെർമൽ, ഹീറ്റ് പമ്പ്സ്. നൗ ലോഡ് കർവ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നമ്മൾ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോഡ് കർവ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ കാണിക്കുന്നത്, ഇറ്റ് ഈസ് ഷോയിങ് ദി വേരിയേഷൻ ഇൻ പവർ ഡിമാൻഡ് ഓൺ എ പവർ പ്ലാന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെ. ഓരോ ടൈമിനനുസരിച്ച് ഉണ്ടാവുന്ന പവർ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസമാണ് ഫോർ എ പവർ പ്ലാന്റ്. അപ്പോൾ ഇതൊന്നുകിൽ അവർലി ആവാം, അല്ലെങ്കിൽ ഡെയിലി ഉള്ളതാവാം, മന്ത്ലി ഓർ ഇയർലി ലോഡ് കർവ്, ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ലോഡ് കർവ് നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പോൾ ഇതിലാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ലോഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത്, ലോഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദി പ്ലാന്റ് വിത്ത് റെസ്പെക്ട് ടു അവേഴ്സ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഫ്രം 1 o'clock 2 o'clock 3 o'clock, അപ്പോൾ ആ ഓരോ സമയത്തും എത്ര പവറിനെയാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ്, അല്ലെങ്കിൽ അതിൻ്റെ ലോഡ് കണക്റ്റഡ്, ആ ഒരു പവർ കൺസ്യൂംഡ് എത്രയാണെന്നുള്ളതാണ്. അതായത് ആ ഒരു ജനറേറ്റിംഗ് പ്ലാന്റിൽ എത്രത്തോളം പവറിനെയാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡിമാൻഡിനനുസരിച്ച് അത് കൊടുക്കുന്നത്, സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയാണ്. ഇവിടെ അവർലി ഇലക്ട്രിസിറ്റി പ്രൊഫൈലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അവേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
നൗ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദി കംപ്ലീറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ടോട്ടൽ പവർ ഡിമാൻഡ് അല്ലെ, എത്ര പവർ ഡിമാൻഡ് എന്നുള്ളതിൻ്റെ ഒരു പിന്നെ അപ്പോൾ നമുക്ക് ആ കർവ് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഇത്ര പവറാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ഇത്രയായിരിക്കണം എന്നുള്ളത്, ടു ഡിസൈഡ് ദി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അല്ലേ. അപ്പോൾ നമുക്കൊരു ലോഡ് കർവ് വരച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം പവർ, ഇത്രത്തോളം ലോഡ് അതിൽ വരാം, അപ്പം ആ ലോഡിനനുസരിച്ച് എത്ര ജനറേറ്റ് ചെയ്യണം, അപ്പോൾ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയായിരിക്കണം എന്നുള്ളതിനെ നമുക്ക് പിന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്കണോമിക് സൈസിങ് ഓഫ് വേരിയസ് ജനറേറ്റിംഗ് യൂണിറ്റ്സ്, അതിലുള്ള ജനറേറ്റിംഗ് യൂണിറ്റ്സ് ഓരോന്നും എത്രയാണ് പവറിനെ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നൗ ടു ഡിറ്റർമിൻ ദി ജനറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ ഓഫ് ദി പവർ പ്ലാന്റ്. അപ്പോൾ ഇതിൽ ഓരോന്നിലും നമുക്ക് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇതിൻ്റെ ഹയസ്റ്റ് പോയിന്റ് ആണ് അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയുന്നതാണ് അല്ലെ, ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദിസ്. അപ്പോൾ ഇതിനെ ഈ ഒരു ലോഡ് കർവിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം 6 മെഗാവാട്ടാണ് അതിൻ്റെ ഡിമാൻഡ് വരുന്നത്, മനസ്സിലായല്ലോ. മാക്സിമം 6 മെഗാവാട്ടാണ്. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? എനി കർവ് നമ്മൾ ഏതൊരു ഗ്രാഫ് വരച്ചാലും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിനെയും പ്രൊഡക്റ്റ് ആണ്. ലോഡ് ഇൻ മെഗാവാട്ട് ഇൻറ്റു അവർ ആണ്. അപ്പം മെഗാവാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? മെഗാവാട്ട് അവർ എന്ന് പറയുന്നത് എനർജി അത് ജനറേറ്റ് ചെയ്യുന്ന എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ഏരിയ തരുന്നത് എപ്പോഴും അതിൻ്റെ എനർജി ജനറേറ്റഡ് ആണ്. ഡിവൈഡ് ബൈ ഈ വൈ ആക്സിസിൽ വരുന്ന അവർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അതായത് ഇതിൻ്റെ ഏരിയ കാണാം ഡിവൈഡ് ബൈ ഇതിൻ്റെ ഒരു 24 hours ആണ്. 24 hours ആണ് ഉള്ളതെങ്കിൽ ആ 24 hours കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെഗാവാട്ടിലുള്ള ക്വാണ്ടിറ്റി അതെന്തായിരിക്കും? അതിൻ്റെ ആവറേജ് വാല്യൂ ഓഫ് ദി മെഗാവാട്ട് ലോഡാണ്. അതായത് അതിൽ വരുന്ന ലോഡിൻ്റെ ആവറേജ് ലോഡ്. അതായത് ആ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ലോഡ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം അല്ലെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ലോഡ് ഈ ഒരു മിനിമത്തിൽ നിന്ന് ഇവിടെ കൂടി ഇതിലേക്ക് എത്തി, പിന്നെ കുറഞ്ഞു വന്നു, വീണ്ടും കൂടി പോയി മാക്സിമത്തിലേക്ക് എത്തി, പിന്നെയും കുറഞ്ഞു വന്നു അല്ലെ. ലോഡിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ ആവറേജ് വാല്യൂ ഓഫ് ദാറ്റ് ലോഡ് അല്ലെ, ആ ലോഡ് വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എത്രയാണ് ഈ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ആവറേജ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഇത് നമുക്ക് തരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ലോഡ്, ആവറേജ് ലോഡ് എന്ന് പറയാം. അപ്പോൾ ആവറേജ് ലോഡ് കണ്ടുപിടിക്കാം, മാക്സിമം ഡിമാൻഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മാക്സിമം ഡിമാൻഡ്? ഈ കർവ് എന്ന് കാണാം, അതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ് എന്നുള്ളത്, മാക്സിമം പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, ഹയസ്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആവറേജ് ലോഡ് കണ്ടുപിടിക്കുക? അതിൻ്റെ ഏരിയ കാണുക, ഡിവൈഡ് ബൈ എത്രയാണോ നമ്മൾ സ്പെസിഫിക്കലി 24 hours ആണെങ്കിൽ ആ 24 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ അണ്ടർ ദി കർവ് റെപ്രസെൻറ്റ്സ് ദി എനർജി ജനറേറ്റഡ് ഇൻ ദി പീരീഡ് ആണ്. ഇനി നൗ ഏരിയ അണ്ടർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ആണ് എന്ത് ആവറേജ് ലോഡ് എന്ന് പറയുന്നത്. ഹയസ്റ്റ് പോയിന്റ് ഓൺ ദി കർവ് റെപ്രസെന്റ് ദി മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ പ്ലാന്റ്. നൗ ഇനി ലോഡ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഇതേ ലോഡ് കർവിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ലോഡ് കർവ് കറക്റ്റ് നമ്മളിപ്പം ഫ്രം ദിസ് നമ്മൾ നൈറ്റ് 12 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത് 12 to 1 AM to 2 AM, 2 AM to 3 AM, 3 AM to 4 AM. അപ്പോൾ ആ ഓരോ സമയത്തുള്ള ലോഡ് ഡിമാൻഡ് എത്രയാണെന്നുള്ളതിന് കറക്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ അതിൽ മാർക്ക് ചെയ്യണം. അതേസമയം അതിൽ ഓരോ സമയത്തിലും വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ നമുക്ക് 6 PM to 10 PM ആണ് ഏറ്റവും കൂടുതൽ പവർ 30 മെഗാവാട്ടെങ്കിൽ അതിനെ നമ്മളൊരു ജസ്റ്റ് ആ ഡ്യൂറേഷനെ മാത്രം കൊടുത്താൽ മതി. ഒരു 4 hour ഡ്യൂറേഷനാണ്, അത് ടൈം സ്പെസിഫൈ ചെയ്യുന്നില്ല, ലോഡ് ഡ്യൂറേഷൻ മാത്രമാണ്. ആ ഡ്യൂറേഷൻ 4 hours, ആ 4 hours 30 മെഗാവാട്ട് അല്ല. അത് ഏത് സമയമാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഡ്യൂറേഷൻ മാത്രമേ അറിയൂ. അതേപോലെ 4 to 9 എന്ന് പറയുമ്പോൾ ഒരു 5 hours ഉണ്ട്. ഈ 5 hours ഏതാണെന്ന് നമുക്കറിയില്ല. 20 മെഗാവാട്ട് വരുന്നത് ദാറ്റ് മേ ബി നമ്മൾ നൈറ്റിൽ എന്ത് ചെയ്യാം? നൈറ്റിൽ ആ 10 to പിറ്റേന്ന് ഒരു 5 o'clock വരെയുള്ള സമയമാവാം. ഇനിയിപ്പോൾ പകലാണെങ്കിൽ 5 to 10, പകല് രാവിലെ അല്ലെങ്കിൽ രാവിലെ 10 to ഈവനിങ് എന്ത് ചെയ്യാം? 3 o'clock വരെ ആവാം. ഇപ്പോൾ ഏതോ ഒരു 10 hours ആണ് നമ്മൾ അതെടുക്കുന്നത്. 5 hours മീൻസ് ആ ഒരു ടൈം ഏതാണ് സ്പെസിഫിക്കലി നമുക്കറിയില്ല, പക്ഷേ ഡ്യൂറേഷൻ മാത്രമേ അറിയൂ. അപ്പോൾ ആ ഡ്യൂറേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഫ്രം സ്റ്റാർട്ടിങ് ടു ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആയിട്ട് അതിനെ അറേഞ്ച് ചെയ്യണം. എ കർവ് ബിറ്റ്വീൻ ദി ലോഡ് ആൻഡ് ടൈം ഇൻ വിച്ച് ദി ഓർഡിനൻസ് റെപ്രസെന്റ് ദി ലോഡ്. അതായത് ഈ വൈ ആക്സിസിലെ ലോഡാണ് plotted in the order of decreasing magnitude, with the greatest load at the left, lesser loads towards the right and the lowest load at the extreme right-ലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ലോഡ് കർവ് എങ്ങനെയാണ് നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് കൊടുക്കുക? ഇവിടെ ഏറ്റവും കൂടിയത് 20 ആണ്. അതിൻ്റെ മൊത്തം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 8 to 16 എന്ന് പറഞ്ഞാൽ 8 hour to 16 hour എന്ന് പറഞ്ഞാൽ മൊത്തം 8 hour ആണ്. അപ്പോൾ 0 to ഇവിടെ 8 hour ജസ്റ്റ് കൊടുത്താൽ മതി. അവിടെ 20. അടുത്ത കുറഞ്ഞത് ഏതാ നോക്കുക? 15 വരുന്നത് 4 to 8 ആണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ 8 to 12 ആണ്. 4 hours ആണ് ഡ്യൂറേഷൻ. 15. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രം ദി സ്റ്റാർട്ടിംഗ് അല്ല, ഏറ്റവും കൂടിയത് മുതൽ കുറഞ്ഞത് വരെ അതിൻ്റെ ഡ്യൂറേഷനും എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ കൊടുക്കുക. അതേപോലെ നമുക്ക് ഓരോന്നിനും വരക്കാൻ പറ്റും. ഫോർ ദിസ് അതിൻ്റെ ലോഡ് ഡ്യൂറേഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്.
നൗ ഇതിൽ നമ്മൾ ചില ടേംസ് ഓർമ്മിക്കാനുണ്ട്. ഡംപ് പവർ എന്ന് പറയുന്നത് സർപ്ലസ് ഇലക്ട്രിക് പവർ ദാറ്റ് ഈസ് ഇൻ എക്സസ് ഓഫ് എക്സിസ്റ്റിംഗ് ലോഡ്. ഇപ്പോഴത്തെ ലോഡ് റിക്വയർമെന്റ് കഴിച്ച് ബാക്കി വരുന്ന സർപ്ലസ് കൂടുതലായിട്ട് വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇലക്ട്രിക് പവർ ആണ് ഡംപ് പവർ എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ദർഫോർ ഫോർ ഓഫ് ഓവർ അബണ്ടൻസ് ഓഫ് സ്റ്റോർഡ് വാട്ടർ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഫേം പവർ എന്ന് പറഞ്ഞാൽ പവർ ഓർ പവർ producing capacity to be available at all the times during the period covered by a guaranteed commitment to deliver even under adverse condition. അതായത് നമുക്ക് മൊത്തത്തിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ് ഫേം പവർ എന്ന് പറയുന്നത്. പ്രൈം പവർ എന്ന് പറയുന്നത് മാക്സിമം പൊട്ടൻഷ്യൽ പവർ കോൺസ്റ്റന്റ്ലി അവൈലബിൾ ഫോർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ ആയിട്ട് മാറ്റാൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മാക്സിമം പവർ അവൈലബിൾ ആയിട്ടുള്ളതാണ്. കോൾഡ് റിസർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇൻ പവർ സിസ്റ്റം ദാറ്റ് റിസർവ് കപ്പാസിറ്റി വിച്ച് ഈസ് അവൈലബിൾ ഫോർ സർവീസിന് അവൈലബിൾ ആണ്, ബട്ട് നോർമലി നോട്ട് റെഡി ഫോർ ഇമ്മീഡിയറ്റ്. നമുക്ക് ഇമ്മീഡിയറ്റ്ലി ലോഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള പവർ അല്ല അങ്ങനെ, പക്ഷേ സർവീസിന് സർവീസിന് അവൈലബിൾ ആയിരിക്കും. അതേസമയം ഹോട്ട് റിസർവ് ആണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ഫോർ ദി ക്വിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കൊരു 100 MVA റേറ്റിംഗ് ആണ്, നമുക്ക് 70 MVA ആണ് കറന്റ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദിസ് 30 MVA ഹോട്ട് റിസർവ് ദാൻ ബി ലോഡഡ് ഇമ്മീഡിയറ്റ്ലി ബൈ സിംപ്ലി ഓപ്പണിംഗ് ദി വാൾവ്. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ് ഹോട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതല്ല. രണ്ടും റിസർവ് ആണ്, പക്ഷേ കോൾഡ് റിസർവ് ഇപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ലോഡ് ചെയ്യാൻ പറ്റില്ല, ഹോട്ട് റിസർവ് ഇമ്മീഡിയറ്റ്ലി ലോഡ് ചെയ്യാൻ പറ്റും. പ്രൈം പവർ എന്ന് പറഞ്ഞാൽ മാക്സിമം പൊട്ടൻഷ്യൽ പവറാണ് കോൺസ്റ്റന്റ്ലി അവൈലബിൾ. നമുക്ക് എപ്പോഴും ഇലക്ട്രിക്കൽ പവർ ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ് പ്രൈം പവർ എന്ന് പറയുന്നത്. സ്പിന്നിംഗ് റിസർവ് ഈസ് ദി റിസർവ് ജനറേറ്റിംഗ് കപ്പാസിറ്റി ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ബസ് ആൻഡ് റെഡി ടു ടേക്ക് ദി ലോഡ്. അതായത് ലോഡ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കപ്പാസിറ്റി പവറാണ്. നൗ സ്പിന്നിംഗ് റിസർവ് ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ സിസ്റ്റം ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഡ്യൂറിംഗ്. അതായത് ഒരു ബസ്സിൽ എപ്പോഴും അവൈലബിൾ ആണ്, അപ്പോൾ നമുക്ക് എപ്പോഴും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പവറാണ്. കണക്റ്റഡ് ലോഡ് ഓഫ് എ സിസ്റ്റം ഇറ്റ് ഇസ് സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് ദി ലോഡ് കൺസ്യൂമിംഗ് അപ്പാരറ്റസ് കണക്റ്റഡ് ടു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സം ഓഫ് ദി കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് എല്ലാ ഡിവൈസസിന്റെയും റേറ്റിംഗ്സിന്റെ സമ്മാണ് നമ്മൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡാണ് അല്ലെ, എന്ന് വെച്ചാൽ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ അപ്പാരറ്റസിന്റെയും സം ഓഫ് ദി റേറ്റിംഗ്സ് ആണ്. ഡിമാൻഡ് എന്ന് പറയുന്ന ലോഡ് ദാറ്റ് ഈസ് ഡ്രോൺ ഫ്രം ദി യൂട്ടിലിറ്റി ഗ്രിഡ് സപ്ലൈ അറ്റ് ദി റിസീവിംഗ് എൻഡ് ടെർമിനൽസ്. റിസീവിംഗ് എൻഡിൽ നിന്ന് അത് കണക്ട് ചെയ്തിരിക്കുന്ന ലോഡിനെയാണ്. ഓവർ എ സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈം ഈസ് ഡിഫൈൻഡ് ആസ് ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ആംബിയർ ആവാം, KVA ആവാം, KW ആവാം. മാക്സിമം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കറന്റ് നോർമലി ക്യാരിഡ് ഔട്ട് ബൈ സർക്യൂട്ട് സ്വിച്ചസ് ആൻഡ് പ്രൊട്ടക്ട്. ഏറ്റവും മാക്സിമം കറണ്ടിനെയാണ്, അത് ഡെലിവർ ചെയ്യുന്ന കറണ്ടിനെയാണ്, അല്ലെങ്കിൽ അത് ആ കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവറിനെയാണ് നമ്മൾ എന്താ പറയുക മാക്സിമം ലോഡ് എന്ന് പറയാം. ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും എന്താണ് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ടു കണക്റ്റഡ് ലോഡ് അല്ലെ, അതായത് മൊത്തത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന ലോഡും അതിലുണ്ടാകുന്ന മാക്സിമം. അപ്പോൾ മാക്സിമം ബൈ കണക്റ്റഡ് ലോഡിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ആവറേജ് ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഒരു ഗിവൺ പീരീഡിലുള്ള ആവറേജിനെയാണ്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുക ലോഡ് ഫാക്ടർ എന്ന് പറയുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാക്സിമം ഡിമാൻഡ് ടു ദി കമ്പൈൻഡ് മാക്സിമം ഡിമാൻഡ്. അതായത് ഒരു സ്പെസിഫിക് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും, അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കൺസ്യൂമറിനും ഉണ്ടാകുന്ന മാക്സിമം ഡിമാൻഡാണ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദാറ്റ് പവർ സ്റ്റേഷൻ. ഇതൊക്കെ നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്, അതാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് മാക്സിമം പവർ ജനറേറ്റർ ഡിമാൻഡ് ടു ജനറേറ്റർ കപ്പാസിറ്റി. ജനറേറ്ററിന്റെ മാക്സിമം ഡിമാൻഡ് ബൈ ജനറേറ്ററിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ് ഇത്. മറ്റേത് മാക്സിമം ഡിമാൻഡ് ബൈ എന്താണ് ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. ഇത് മാക്സിമം ഡിമാൻഡ് ബൈ എന്താണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആണ്. നൗ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ മാക്സിമം എനർജി ദാറ്റ് കുഡ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ആക്ച്വൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തത് ബൈ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്ന എനർജിയുടെ റേഷ്യോ ആണ്. പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ഔട്ട്പുട്ട് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻ ടു അവേഴ്സ്. റേഷ്യോ ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ് ടു എനർജി പ്രൊഡ്യൂസ്ഡ് ഇൻ കിലോവാട്ട് അവർ ടു ഇറ്റ്സ് പ്ലാന്റ് കപ്പാസിറ്റി. അതിനാണ് നമ്മൾ എന്ത് പറയാ പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറയാം. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള. നൗ യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലോഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ് ആണ്. ആവറേജ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് ജനറേറ്റഡ് ബൈ അവേഴ്സ് ആണ്. അപ്പോൾ യൂണിറ്റ് ജനറേറ്റർ കാണാൻ വേണ്ടി ആവറേജ് ലോഡിനെ ഇൻറ്റു അവേഴ്സ് എടുത്താൽ മതി. ഇനി ആവറേജ് ലോഡ് എങ്ങനെയാ, ഇതിൽ നിന്ന് ആവറേജ് ലോഡ് എങ്ങനെയാ കണ്ടുപിടിക്കുക, ലോഡ് ഫാക്ടർ ഇൻറ്റു മാക്സിമം ഡിമാൻഡ് എടുത്താൽ മതി. മനസ്സിലായല്ലോ, ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ
ഇതുവരെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്